എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരും ആപത്തിൽ നൽ തുണതാ, പേരും പാപത്തിൽ നൽ തണൽ താ. വരും ആപത്തിൽ നൽ തുണതാ, പേരും പാപത്തിൽ നൽ തണൽ താ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനിന്നു വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനിന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹലോ ഹോപ്പ് ടെലികാസ്റ്റിന്റെ 111 എപ്പിസോഡിലേക്ക് നമുക്കൊരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ വലിയവനായ ദൈവം ജീവിതത്തെ സമ്മാനിച്ചു വന്നിരിക്കുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാണ് സ്തുതിക്കുന്ന മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൂരത്തും ചാരത്തും ഇരുന്നുകൊണ്ട് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും അനേക പ്രോഗ്രാമുകൾ ഇന്ന് നടക്കുവാനുണ്ട്. ഇന്ന് മെസ്സേജുമായിട്ട് നമ്മുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് ബ്രദർ ബാബു ജോർജ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം അതിനുശേഷം ഗാനങ്ങൾ ആലപിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ബ്രദർ ഉണ്ണി തോബിയാസിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് പാടുന്ന വർഗീസ് പി ഓർത്ത് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അദ്ദേഹത്തെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ കീബോർഡ് വായിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ബ്രദർ ജെർമോൻ വർഗീസിനെ ഓർത്ത് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം വാക്ക് അർത്ഥം വായിക്കുന്ന സിസ്റ്റർ സിനി ബാബുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടിയിട്ട് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 103 സങ്കീർത്തനം അതിലെ 3 വാക്യം. അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ സങ്കീർത്തനത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴത്തേക്ക് അനവധി കാര്യങ്ങൾ ദാവീദ് ഈ
ഇസ്രായേലിലെ രാജാവായ ദാവീദ് താൻ എഴുതപ്പെട്ടിരിക്കുന്നു. അതിന്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് കാണുവാൻ സാധിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. തുടർന്ന് ആ 3-ാം വാക്യത്തിലേക്ക് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, നിന്റെ സകലവിധ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഈ മഹാമാരിയിൽ നിന്ന് പരിപൂർണമായ വിടുതൽ നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന എല്ലാ പ്രോഗ്രാമും അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവേ, ഈ എപ്പിസോഡുമായിട്ട് ദിവസത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഇടയാക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കാതെ. ഇന്ന് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും എല്ലാ പ്രോഗ്രാമുകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടെ നിണ്ടാക്കണം കർത്താവേ. കേൾവിക്കാരായി കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും വേറൊരായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങൾക്ക് പരിപൂർണമായ വിടുതൽ നൽകി തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട സകല വിഷയം തൃക്കരകളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയാണ് അപ്പച്ചൻ കേട്ടിരിക്കാൻ സ്തോത്രം. യേശു നാത്തി താഴ്മയോടെ അപേക്ഷിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറണം പൊന്നുപിതാവേ. ആമേൻ. അവിടുന്ന് നാഥൻ സ്വർഗ്ഗേ
എൻ മാതൃജടാരക്തത്താലെന്നെ മെടഞ്ഞവൻ ഓ അത്ഭുതകരന സൃഷ്ടാവേ സ്തോത്രം അത്ഭുതകരന സൃഷ്ടാവേ സ്തോത്രം ഈ പരിജ്ഞാനം ഇപ്പോളെ ഹോവേ വസനത്തിൻ മാർഗങ്ങൾ അടിയേറുണ്ടെന്നാകിൽ അവയൊക്കെ നീക്കി ശാശ്വത മാർഗത്തിൽ ഓ നടത്തണം നാഥ നിനക്കു മഹത്വം നടത്തണം നാഥ നിനക്കു മഹത്വം ഈ പരിജ്ഞാനം ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ ഓ അറിയുന്നു ശോധന ചെയ്തന്നെ നാഥൻ അറിയുന്നു ശോധന ചെയ്തന്നെ നാഥൻ ഈ പരിജ്ഞാനം ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ ഓ അറിയുന്നു ശോധന ചെയ്തന്നെ നാഥൻ അറിയുന്നു ശോധന ചെയ്തന്നെ നാഥൻ ഈ പരിജ്ഞാനം Praise the Lord. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സയൻസ് സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല ഹോപ്പിന്റെ ഈ പ്രോഗ്രാമിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ കൂടെ ദൈവത്തിന് തിരുവനന്തപുരമായിട്ട് ചില നിമിഷങ്ങളായിരിക്കാൻ തക്കോണം കർത്താവ് സഹായിച്ച കർത്താവിന്റെ വിശ്വസ്തയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക ലോകം കടന്നു പോകുന്ന സാഹചര്യത്തില് ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം ക്രമീകരിച്ച് ദൈവത്തിന്റെ ആലയ വചനം സുവിശേഷം വിവിധ നിലവാരങ്ങളിലൂടെ അനേക ആയിരങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കോണം കർത്താവ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരൻ ഡോക്ടർ ചെറിയൻ മാത്യൂസ്, ബ്രദർ രാജീവ് സ്റ്റുവാർട്ട്, അവരുടെ ടീം, ഇവരെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇപ്രകാരമുള്ള ഈ പ്രോഗ്രാമുകൾ നടത്തി അനേകരിലേക്ക് തിരുവചന സത്യങ്ങൾ എത്തിക്കുവാൻ തക്കോണം കർത്താവ് അവരെ അനുഗ്രഹിക്കും, സഹായിക്കുകയും ചെയ്യട്ടെ. ആദ്യമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി കാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് വാക്യം വായിക്കൊണ്ടപ്പോൾ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരു ചെറിയ ചിന്ത ഇന്ന് പറഞ്ഞ് ഇരിക്കൊണ്ടപ്പോഴാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്കതിനാധാരമായിട്ട് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിലൊരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ചില ചിന്തകൾ പറഞ്ഞ് ഇരിക്കൊണ്ടപ്പോഴാണ് താല്പര്യപ്പെടുന്നത്. അവിടെ ഇപ്രകാരം വായിക്കുന്നു, ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്, ദ മാസ്റ്റർ ഈസ് ഹിയർ. നമുക്കറിയാം അതിന്റെ കോണ്ടസ്റ്റ് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതെ, യേശു സ്നേഹിച്ച മാർച്ചയുടെയും മറിയുടെയും അവരുടെ സഹോദരനായ ലാസറിന്റെയും ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക വേളയിലാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം, ലാസർ ദീനമായി കിടക്കുന്നു, അവൻ രോഗിയായി കിടന്നു അറിഞ്ഞിട്ടും അവനെ കാണുവാൻ വരാതിരുന്ന യേശുവിനെ നമുക്കറിയാം. അവിടെ നമുക്ക് അല്പം അങ്ങനെ വരാതിരുന്ന എന്താണെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ മാനുഷ്യമായ പ്രയാസം തോന്നാം. എന്നാൽ യേശു അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ കണ്ടിട്ടാണ് അങ്ങനെ വരാതിരുന്ന് നമുക്കറിയാതെ കൊണ്ടേയായിട്ടുള്ളത്. എന്നാൽ 4-ാം ദിവസം യേശു അവിടെ കടന്നു വരുമ്പോൾ ആ മറിയുടെ അടുക്കൽ ചെന്ന് മാർത്ത പറയുകയാണ്, ആ പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്, ഗുരു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദ മാസ്റ്റർ ഈസ് ഹിയർ. അവളോട് ചെന്ന് പറയുകയാണ്, ഗുരു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യേശു നേരെ ലാസറിനെ വെച്ച കല്ലറയിലേക്ക് കടന്നു പോകുന്നു. അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ, അവൻ അവിടെ കൂടി വന്ന ജനത്തോട് പറയുന്നു, ഈ കല്ല് മാറ്റുവാൻ പറയുന്നു. എന്നാൽ കൂടെ നിന്നവരും മാർച്ചയും പറയുകയാണ്, കർത്താവേ വേണ്ട, അതിപ്പോൾ 4 ദിവസമായി നാറ്റം വെച്ച് കാണും, ഇനി അത് മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അവിടെ നിന്ന് ദുർഗന്ധമേ ഉണ്ടാകിത്തീരുള്ളൂ എന്ന് പറയുവാൻ കൂടെ ആയിത്തീർന്നു.
എന്നാൽ നമുക്ക് ചരിത്രമറിയാം, യേശു കല്ലറയ്ക്കൽ ചെന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേ മരിച്ച ലാസർ പുറത്തു വരുവാൻ തക്കോണം ജീവനുള്ളവനായി പുറത്തു വരുന്നപ്പോഴായി തീർന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. യേശു വന്നാൽ, ഗുരു വന്നാൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ദുർഗന്ധം വമിച്ചതിനെ അവൻ സുഗന്ധമാക്കി മാറ്റുവാൻ തക്കോണം ഇടയായിത്തീരും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ദുർഗന്ധത്തെ സുഗന്ധമാക്കി മാറ്റുവാൻ തക്കോണം, നഷ്ടം വെച്ചതിനെ ഹല്ലേലൂയ സുഗന്ധമാക്കി മാറ്റുവാൻ തക്കോണം, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ തക്കോണം, നമ്മുടെ രട്ടഴിച്ചുകളെ സന്തോഷം ഉടിപ്പിക്കാൻ തക്കോണം, നമ്മുടെ കണ്ണിനീരെ മാറ്റുവാൻ തക്കോണം ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം കഴിയുന്ന ഒരു അനുഭവമായിട്ട് നമുക്കിവിടെ കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അത് യേശു വന്നാൽ, യേശു ഭവനത്തിൽ വന്നാൽ, യേശു കല്ലറയ്ക്കൽ വന്നാൽ ദൈവത്തിന് സ്തോത്രം ദുർഗന്ധത്തെ സുഗന്ധമാക്കി മാറ്റുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോഴേ നമുക്കറിയാം ചരിത്രം. ശിമോന്റെ പടകിൽ യേശു കയറുന്നു. അതെ, അവൻ പുരുഷാരത്തെ ഉപദേശിക്കുവാൻ തക്കവണ്ണം കടൽക്കരയിൽ വന്നപ്പോഴേ ശിമോൻ പത്രോസ് കൂട്ടാളികൾ ഇറങ്ങി വല കഴുകിയായിരുന്നു നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, എനിക്ക് നിന്റെ പടക് അല്പസമയത്തേക്ക് ഒന്ന് വിട്ടു തരണം. വളരെ സന്തോഷത്തോടെ പത്രോസ് പടക് ശിമോൻ വിട്ടുകൊടുത്തു. യേശു അതിൽ നിന്ന് പുരുഷാരത്തെ ഉപദേശിക്കേണ്ട കൂടെ ആയി തീർന്നു. ഉപദേശിച്ച ശേഷം യേശു ശിമോനോട് പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക എന്ന് പറയുന്നു. ദൈവത്തിന് സ്വതന്ത്ര ശിമോൻ പറയുകയാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ, ഞങ്ങൾ വീട്ടിൽ പോകുവാൻ തക്കോണം കടന്നു വന്നവരാണെന്നാൽ എന്നാലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ വാക്കിന് വലയിറക്കിയതായ പത്രോസിന്റെ ജീവിതത്തില് അതാ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറുമാറ് മീനെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു വന്നാൽ സംഭവിക്കുന്നതാണ്, നിന്റെ ശൂന്യതയെ അവൻ നിറവാക്കി മാറ്റുവാൻ. നമ്മുടെ ശൂന്യതയെ നിറവാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പടക് നാം യേശുവിനായിട്ടൊന്ന് വിട്ടുകൊടുക്കുവാനായിത്തീർന്നെങ്കിൽ പത്രോസിനുള്ളതായ ശിമോനുള്ളതായ പടകിൽ അവൻ കയറിയപ്പോൾ അവന്റെ ജീവിതത്തിൽ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നുമില്ലാതിരുന്ന ആ ശൂന്യതയെ മാറ്റി അത് നിറവാക്കി മാറ്റുവാൻ കൂടെയായിത്തീർന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, സാരാമത്തിലെ വിധവടുക്കിലേക്ക് ഏലിയാവിന് കടന്നു വരുമ്പോൾ അവൾ ആ സാരാപത്തിലെ വിധവ ചില വിറകുകൾ പറക്കിയിട്ട് അവളുടെ കലത്തിൽ ശേഷിക്കുന്ന അല്പം മാവും അല്പമെണ്ണയും കൊണ്ട് താനും തനിക്കും തന്റെ മകനും ഒരപ്പം ഉണ്ടാക്കി കഴിച്ച് മരിക്കുവാനിരിക്കുമ്പോഴാണ് ഏലിയ അവിടെ കടന്നു വരുന്നത്. അവൻ വിളിച്ചു പറയുകയാണ്, എനിക്ക് ഒരപ്പം ഉണ്ടാക്കിക്കൊണ്ട് ആദ്യം വരിക. അതനുസരിച്ചതായ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു നമുക്കറിയാം. ആ ക്ഷാമകാലം തീരുവോളം അവളുടെ ഭവനത്തിലുള്ളവരും ഒരിക്കലും ഭവനത്തില് ആ മാവ് കുറഞ്ഞു പോകുകയോ അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ ക്ഷാമകാലം മുഴുവനും ക്ഷേമത്തോടെ നടത്തുവാനായിത്തീർന്നു. പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ ജീവിതത്തിലുമാണ് സംഭവിച്ചത്. എലീശയുടെ ശിഷ്യനായിരുന്ന ആ പ്രിയപ്പെട്ടവനെ മരിച്ചു കഴിഞ്ഞപ്പോഴേ കടക്കാർ വന്ന് അവളുടെ 2 മക്കളെ പിടിച്ചുകൊണ്ടുപോകാനിരുന്നപ്പോൾ അവളെ ആ പ്രവാചക അടുക്കിലേക്ക് വന്ന് പറയുകയാണ്, ദൈവദാസനെ, എന്റെ മക്കളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ടുപോകാൻ പോകുന്നു, എന്റെ വീട്ടിലൊന്നുമില്ല, അല്പമെണ്ണയല്ല, ഒന്നും ശേഷിച്ചിട്ടില്ല. അവൻ പറയുന്നു, നീ അയൽ വീട്ടിലൊക്കെ ചെന്നിട്ട് വെറും പാത്രങ്ങളെ കൊണ്ടുവരിക, അത് കൊണ്ടുവന്നിട്ട് നിന്റെ വീട്ടിൽ ശേഷിച്ചിരിക്കുന്ന എണ്ണയെ അതിലേക്ക് പകരുക എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. അവളെ പ്രകാരം ചെയ്തു. വെറും പാത്രങ്ങളെ കൂട്ടി വെച്ചിട്ട് അവൾ അനേക ആ ഭരണിയിൽ നിന്ന് അനേക പാത്രങ്ങളിലേക്ക് പകരുവാനായി തീർന്നു. പാത്രം തീരുവോളം എണ്ണ നിന്നു പോയില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ എലീശയുടെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു ശൂന്യക്കാരത്തിൽ എലീശായ്ക്ക് വേണ്ടി ഒരു മാളിക മുറി പണിതു കൊടുത്ത ശൂന്യക്കാരത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ശൂന്യത ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്തായിരുന്നു അത്? അവൾക്കൊരു തലമുറയില്ലായിരുന്നു. അവൾ വലിയ ധനികയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൾ പ്രവാചകന് വേണ്ടി കൂടെ അതുവഴിയായി കടന്നു പോകുന്ന പ്രവാചകന് വേണ്ടി വിശ്രമിക്കുവാൻ വേണ്ടി അവൾ ഒരു മാളിക മുറി പണിതു കൊടുത്തു, ഒരു പ്രാർത്ഥനാ റൂം പണിതു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതുമൂലം എന്താണ് സംഭവിച്ചത്? അവളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ശൂന്യമായിരുന്ന അവസ്ഥയിൽ നിന്ന് അവൾക്ക് തലമുറയെ പ്രായപ്പെട്ട ദൈവമയിലെ നമ്മുടെ ജീവിതത്തിലെ കയറിയാണ് നമ്മുടെ ശൂന്യതയെ നിറവാക്കി മാറ്റുവാൻ കോണം ദൈവത്തിന്റെ പദ്ധതി കൊണ്ടെന്നുള്ള കാര്യം നാം മറന്നുപോയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സഖായിയുടെ വീട്ടിലേക്ക് യേശു കടന്നു വരുന്ന കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? സഖായി ഒരു പാപിയായ മനുഷ്യനാണ്, ടാക്സ് കളക്ടറാണ്. അവന് അനേക പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് ആ യേശുവിനെ കാണുവാൻ തക്കോണം അവന് കാട്ടത്തിലേക്ക് കയറുവാൻ കൂടെ ആയിത്തീർന്നു. അവൻ യേശുവിനെ കാണണം. എന്നാൽ യേശു ഒരിക്കലും അവനെ കാണരുതെന്നായിരുന്നു അവന്റെ ഉള്ളിലെ ചിന്ത. എന്നാൽ യേശു നേരെ വന്ന് ആ കാട്ടത്തിൽ ചെവിട്ടിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന, സഖായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. ദൈവത്തിന്
അവൻ സന്തോഷത്തോടെ ഇറങ്ങി വന്ന് സഖായി ഹല്ലേലൂയ അവനെ യേശുവിനെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിപ്പാൻ ഇടയായി തീർന്നു. അവൻ യേശു സക്കയുടെ വീട്ടിൽ കടന്നപ്പോൾ സക്കയുടെ ജീവിതത്തിലുണ്ടായ ഒരു മാനസാന്തരം നോക്കൂ. ദൈവത്തിന് സമം വിളിച്ചു പറയണം, നാഥാ ഗുരു, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് വിട്ടുകൊടുക്കാം. ഞാൻ എന്തെങ്കിലും ചതിവായി വന്നിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് അവർക്ക് മടക്കി കൊടുക്കാം. മനോഹരമായ ഒരു മാനസാന്തരം. ദൈവത്തിന് സ്തോത്രം. യേശു പറയുന്നു, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു. ഹല്ലേലൂയ. അതേ വീട്ടിലേക്ക് ഒരു സാൽവേഷൻ. ഹല്ലേലൂയ. യേശു ചുവടുവെച്ചതായ ഭാവിയായ മനുഷ്യന്റെ ജീവിതത്തിൽ അതാ ഒരു വലിയ മാനസാന്തരം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും മനോഹരമായ ഒരു മാനസാന്തരം അന്ന് സക്കയുടെ വീട്ടിൽ ഉണ്ടാകാൻ കാരണം അവൻ യേശുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതാണ്. ഗുരു അവന്റെ വീട്ടിൽ വന്നതാണ്. ഗുരു അവന്റെ വീട്ടിൽ വന്നത് അവന്റെ കുടുംബത്തിന് മാനസാന്തരത്തിന് കാരണമായി തീർന്നായിട്ട് നമ്മൾ വായിക്കുന്ന ദൈവത്തിന് സ്തോത്രം. യേശു ഭവനത്തിൽ വന്നാൽ അവിടെ മാനസാന്തരം ഉണ്ടാകും. വേദപുസ്തകത്തിൽ മനോഹരമായി രേഖപ്പെടുത്തുകയായി തീർന്നു. ഒരു മാനസാന്തരം ആ വീട്ടിലുണ്ടായി. ലൂക്കോസ് 4-ാം വാക്യം വായിക്കുമ്പോൾ ശിമോന്റെ വീട്ടിലേക്ക് യേശു കടന്നു വരുന്ന കാണുവാൻ സാധിക്കുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ യേശു നേരെ ചെന്നത് ശിമോന്റെ വീട്ടിലേക്കാണ്. കാരണം ഒരുപക്ഷെ ഹല്ലേലൂയ എന്നും ആലയത്തിലുണ്ടായിരുന്ന ഒരമ്മച്ചി അന്ന് ആലയത്തിൽ കണ്ടില്ല. യേശു ആലയത്തിൽ ഇറങ്ങി നേരെ ചെന്ന് ആ വീട്ടിലേക്ക് എന്നപ്പോൾ എന്താണ് അവൾ വരാതിരുന്ന കാരണം? അവൾ രോഗിയായി, പനി പിടിച്ച് ജ്വരം പിടിച്ച് കിടപ്പിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു വീട്ടിലേക്ക് അവളെ തൊട്ടു. അവൾ ക്ഷണത്തിൽ സൗഖ്യമുള്ളവളായി അവിടെ വായിക്കുന്നത് അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. യേശു വന്നാൽ രോഗസൗഖ്യം അവിടെ വ്യാപരിക്കും. ക്ഷണത്തിൽ സൗഖ്യമുണ്ടായിത്തീരും. ദൈവത്തിന് സ്തോത്രം. യേശു നമ്മുടെ ജീവിതത്തിൽ അല്ലൊന്ന് കടന്നു വന്നാൽ, ഗുരു ഒന്ന് വന്നാലും നീ ഞാനും രോഗമുള്ളവരാണോ, രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, ഹല്ലേലൂയ, എന്നാൽ യേശു വന്ന് നമ്മളെ തൊടുവാൻ കോണം ഇടയായിത്തീരും. യേശു ശിമോന്റെ വീട്ടിൽ ചെന്നത് ആ പാവപ്പെട്ട ഹല്ലേലൂയ സ്ത്രീക്ക് ഒരു വിടുതലായി തീരുവാൻ കോണം, സൗഖ്യമായി തീരുവാൻ ഇടയായിത്തീർന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു വന്നാൽ രോഗസൗഖ്യം നടക്കും. മത്തായി സുവിശേഷം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രതികൂലത്തിന് പടകിലേക്ക് യേശു നടന്നു വരുന്നത് നമുക്കറിയാം ചരിത്രം. ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പുരുഷാരത്തെ പോഷിപ്പിച്ചതിനായ ദൈവം ഹല്ലേലൂയ 12 കുട്ടം നിറച്ചെടുത്ത് ശിഷ്യന്മാരൊക്കെ കൊടുത്തിട്ട് അവരെ പടക് കയറ്റി അക്കരയ്ക്ക് അയക്കുന്ന കർത്താവിനെ കാണുമ്പോൾ സാധിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് സംഭവിച്ചത്? രാത്രിയാമത്തില് ആ കടല് കൊടുങ്കാറ്റിനെ ഇളകുകൊണ്ട് ഇടയായി തീർന്നു. കൊടുങ്കാറ്റടിച്ച് പടക് തകരുമാറ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ തണ്ടുവലിച്ച് തളർന്നു ക്ഷീണിച്ചു. അവർക്ക് ഇനി ആശയറ്റ സ്ഥാനത്ത്, ഇനി ഒരു കാരണവശാൽ രക്ഷപ്പെടുവാൻ തക്കോണം അക്കരെ എത്തുവാൻ കഴിയില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് 4-ാമത്തിൽ യേശു കടലിന് മീതെ നടന്നു വന്ന് ആ പടകിൽ കയറുവാടയായി തീർന്നു. എന്താണ് സംഭവിച്ചത്? ആ പടകിൽ ശാന്തത വരുവാടയായി തീർന്നു. പ്രതികൂലത്തിന്റെ പടകിൽ ഇതാ യേശു കാലെടുത്ത് വെച്ചപ്പോഴേ ശാന്തത വരുവാടയായി തീർന്നു. കാറ്റും കടലും അവന്റെ വാക്കിനാൽ അവൻ കയറിയതിനാൽ അടങ്ങുവാടയായി തീർന്നു. അതേ ജീവിതത്തിന്റെ പടകിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും പെരുങ്കാറ്റും നമ്മെ തകർത്തു കളയുമെന്ന് നാം ഹല്ലേലൂയ ചിന്തിക്കുന്ന സ്ഥാനത്ത് യേശുവിന്റെ പടകിലേക്ക് കയറിയാല് ആ പടകിൽ ഹല്ലേലൂയ ശാന്തത ഉണ്ടാകുന്ന കൂടെയായി തീരും. യോഹന്നാൻ സുവിശേഷം 2-ാം വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അതേ കാനാവിലെ കല്യാണത്തിന് യേശു ഹല്ലേലൂയ പച്ചവെള്ളം വീഞ്ഞാക്കുവാൻ കൂടെയായി തീർന്നു. അതേ അവിടെ വായിക്കുന്നുണ്ട്, യേശുവിനെ ശിഷ്യന്മാരെയും അവർ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ അവിടെ ക്ഷണിച്ച കാലത്താൽ, യേശു ഭവനത്തിൽ ഉണ്ടായിരുന്ന കാലത്താൽ യഹൂദന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വലിയൊരു പ്രതികൂലമാണ്, വലിയൊരു നിന്ദയാണ്. ഹല്ലേലൂയ. വിരുന്നിന്റെ ഇടയ്ക്ക് വീഞ്ഞു തീർന്നു പോകുന്നത് സ്തോത്രം. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത്? യേശു ആ കുടുംബത്തിലുണ്ടായിരുന്ന കുറവിനെ നീക്കൊണ്ട് ഇടയായി തീർന്നു. അവർക്കുണ്ടാമായിരുന്ന ആ വലിയ നിന്ദയെ പരിഹരിപ്പടയായി തീർന്ന കാരണം യേശു ആ ഭവനത്തിൽ ഉണ്ടായിരുന്നതാണ്. മർക്കോസ് സുവിശേഷം 11-ാം 15-ാം വാക്യം വായിക്കുമ്പോഴേ യെരൂശലേം ദേവാലയത്തിലേക്ക് യേശു കടന്നു വരികയാണ്. യേശു വരുമ്പോൾ എന്താണ് യെരൂശലേം ദേവാലയത്തിന്റെ അവസ്ഥ? ആ യെരൂശലേം ദേവാലയം കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുകയാണ്. അവിടെ കച്ചവടക്കാർ അതിക്രമിച്ചു കയറി അത് മുഴുവൻ ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റിയിരിക്കുകയാണ്. അത് യെരൂശലേം ദേവാലയം ആരാധന സ്ഥലമാണ്. യെരൂശലേം ദേവാലയം യാഗത്തിന്റെ സ്ഥലമാണ്. അത് പ്രാർത്ഥന സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണ്. അവിടെ കള്ളന്മാർ അത് ഗുഹയാക്കി, കച്ചവടക്കാർ ഗുഹയാക്കി വെച്ച്, പൊൻവാണിഭക്കാർ ഗുഹയാക്കി വെച്ച് അതിനെ നശിപ്പിക്കുന്ന അനുഭവം കണ്ടപ്പോഴേ യേശു ചമ്പട്ടി ഉണ്ടാക്കി ആ ആലയത്തെ ശുദ്ധീകരിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അവനെ ആലയത്തെ ശുദ്ധീകരിച്ചു. അതെ ദൈവത്തിന്റെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് ഇന്ന് രാത്രി കാലം എന്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെ നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തില് യേശു കടന്നു വന്നാല് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന 7 കൂട്ടം കാര്യങ്ങളാണ് എന്നോട് പറയുവാൻ കൂടെ ആയിത്തീർന്നത്. 1 ഹല്ലേലൂയ നമ്മുടെ ദുർഗന്ധത്തെ അവൻ സുഗന്ധമാക്കി മാറ്റും. 2 നമ്മുടെ ശൂന്യതയെ അവൻ നിറവാക്കി മാറ്റുന്ന കൂടെ തീരും. നമ്മുടെ വീട്ടിന് ഒരു മാനസാന്തരം വരുത്തുവാൻ കഴിയും. നമ്മുടെ രോഗത്തിന് അവൻ സൗഖ്യം വരുത്തും. ഹല്ലേലൂയ നമ്മുടെ പ്രതികൂലത്തിന് അവൻ ശാന്തത വരുത്തും. ഹല്ലേലൂയ നമ്മുടെ കുറവിനെ അവൻ തീർക്കും. ഹല്ലേലൂയ നമ്മുടെ അശുദ്ധിയെ
അവൻ ശുദ്ധീകരിപ്പാനിടയായിത്തീരും. ഈ യേശുവിനെ സ്വീകരിപ്പാൻ നമ്മുടെ ജീവിതത്തിനിടയായിത്തീരുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഈ യേശുവിനെ സ്വീകരിപ്പാൻ തക്കോണം നമ്മുടെ ജീവിതത്തിനിടയായിത്തീരുന്നുവെങ്കിൽ ഹാലലുയ യേശു നമ്മുടെ ജീവിതത്തിൽ ഹാലലുയ നമ്മുടെ കുറവുകളെ തീർക്കുവാൻ തക്കോടെയായിത്തീരും. അതേ ഗുരു വന്നിട്ടുണ്ട്. അവൻ വാതിൽക്കൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ താഴെ കഴിക്കും. അതേ ഹാലലുയ നമ്മുടെ വാതിൽക്കൽ മുട്ടുന്ന യേശുവിനെ സ്വീകരിച്ച് അകത്ത് കയറ്റി അവനോട് കൂടെ കൂട്ടായ്മ ആചരിപ്പാൻ നമ്മുടെ ജീവിതത്തിനിടയായിത്തീരുമോ? അതോ വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നുണ്ട്, 3-ാമത്തെ 20-ാം വാക്യത്തിൽ വായിക്കുന്ന പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്റെ അകത്തേക്ക് കയറുവാനാണ്. ഇന്ന് രാത്രികാലം നമ്മൾ ഏത് വാതിൽ തുറന്നു കൊടുക്കും? വാതിൽ തുറന്നു കൊടുത്ത് ആരെ അകത്ത് കയറ്റും? പാപത്തെ അകത്ത് കയറ്റിയിട്ട് ശാപത്തിലേക്ക് നീങ്ങി പോകാനാണോ? അതോ ഹാലലുയ മുട്ടുന്ന യേശുവിനെ തുറന്നു കൊടുത്ത് നിത്യജീവനിലേക്ക് കയറുവാനാണോ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം? ദൈവത്തിന് സ്തോത്രം. അതേ നമ്മൾ കർത്താവിനായിട്ട് നമ്മുടെ വാതിൽ തുറന്നു കൊടുക്കാം. ഗുരു വന്നിട്ട് ദൈവത്തിന് സ്തോത്രം. ഗുരു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. നമുക്ക് യേശുവിനായി നമ്മുടെ വാതിൽ തുറന്നു കൊടുക്കാം. ജീവിതത്തിന് വാതിൽ തുറന്നു കൊടുത്ത് അവനെ അകത്തേക്ക് കടത്തി ദൈവത്തിന് നിത്യജീവൻ പ്രാപിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്രദമാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം കലരുന്നൻ മനമേ നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ ലോകപോരിൽ അനുദിനം ജയമേ ലോകപോരിൽ അനുദിനം ജയമേ നിന്റെ നിക്ഷേപമവനെന്നും കരുതാം എങ്കിൽ സക്ഷേമമവനിൽ അമരാം ഇത്ര ശ്രേഷ്ഠനാം ഒരുവൻ നിൻ കോട്ടിനായരികിലും നദിനാൽ എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം കലരുന്നൻ മനമേ യേശുനായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം കലരുന്നൻ മനമേ നീയും അധികം ധനിയാകാം വിധിയാം തീയിലോതി കഴിച്ച പൊന്മതിയാം ഭൂവിൽ ക്രിസ്തുവിൽ അവനെ പോലെ ത്രമ ധനികനില്ലറിയാം എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം കലരുന്നൻ മനമേ യേശുനായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം കലരുന്നൻ മനമേ ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലോ കരുതി എന്നാൽ ക്രിസ്തുവിൻ സമാധാനം നിത്യമം സുഖദാനം അരുളും എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം കലരുന്നൻ മനമേ
നമുക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നെൻ മനമേ, എന്തിനാകുലം കലരുന്നെൻ മനമേ. ദൈവനാമത്തിന് മഹത്വം. വാക്കർത്ഥത്തിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചില വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. മത്തായി 1:22. ഇക്കേഷ്, വക്രത 2 ശമൂവേൽ 23:25. ഇയ്യോ പീഡിപ്പിക്കപ്പെട്ടവൻ, ഇയ്യോ 1:1. ഇമ്മേർ പരിഹാസമായി പറയുന്നവൻ, യിരെമ്യാവ് 20:1. ഇബ്സാൻ കർമ്മനിരതൻ, ന്യായാധിപന്മാർ 12:8. ഈസബേൽ പതിവ്രത, 1 രാജാക്കന്മാർ 16:31. ഈര കാട്ടുകഴുത, ഉൽപ്പത്തി 4:18. ഈശി എന്റെ ഭർത്താവ്, ഹോശേയ 2:16. ഈഹാൽ വിടിവിക്കുന്നവൻ, സംഖ്യാപുസ്തകം 13:7. ഈതാന്മാർ പനവൃക്ഷത്തിന്റെ നാട്, പുറപ്പാട് 6:23. ഇത്തായി ഉഴുന്നവൻ, 2 ശമൂവേൽ 15:19. ഇമ്രി വാക്ചാതുര്യം, 1 ദിനവൃത്താന്തം 9:4. ഇസ്കരിയോത്ത കൊലപാതക മനുഷ്യൻ, മത്തായി 10:4. ഇതോ വാത്സല്യമുള്ള, 1 രാജാക്കന്മാർ 4:14. ഈ കാവൽക്കാരൻ, 1 ദിനവൃത്താന്തം 7:12. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് രാത്രികാലം നമുക്ക് ഈ എപ്പിസോഡിലൂടെ കടന്നു വരുവാൻ വലിയവനായ ദൈവം ജീവിതത്തിൽ സമ്മാനിച്ചു തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹമായ മെസ്സേജ് കേൾക്കുവാൻ ദൈവം ഇടയാക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ ബ്രദറിനോടുള്ള നന്ദിയെ ഈ നിമിഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാനങ്ങൾ ആലപിക്കുകയും കീബോർഡ് വായിക്കുകയും ചെയ്ത പ്രിയ സഹോദരന്മാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം വാക്കർത്ഥം എന്ന ഈ പ്രോഗ്രാമിലൂടെ കടന്നു വരുവാൻ പ്രിയ സഹോദരി ഇടയാക്കി കൊടുത്ത നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ മീറ്റിംഗിൽ വീണ്ടും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹലോ ഹോപ്പ് ടീമിനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹമായ പ്രോഗ്രാമുകളൊക്കെ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് കേൾവിക്കാരായി കടന്നു വന്ന എല്ലാ മാന്യ ശ്രോതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് തുടർന്നും അവർ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടതായ സ്ഥല വിഷയങ്ങളും തൃക്കരകളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. യേശുനാഥി താഴ്മയുടെ അപേക്ഷിക്കുന്നു. ദേഹധൂന്നി കേൾക്കുമാറണം പൊന്നുപിതാവേ. ആ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ.
പാപത്തിൽ നൽകണൽ താ, വരും പാപത്തിൽ നൽകുണതാ, വരും പാപത്തിൽ നൽകുണതാ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താ. ഇരുൾ മൂടുമെൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനിന്നു വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനിന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. എന്നെ